നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണ് ഫ്രണ്ട്സ്, ഇന്ന് പറഞ്ഞ ഫ്രണ്ട്സ് ഇപ്പൊ സമയം പറഞ്ഞത് 12 മണിയാണ് ഗൈസ് രാത്രി. ഇന്ന് തൊട്ട് നാളെ 12 മണി വരെ ഞാൻ മമ്മി ചെയ്യുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ പോവാണ്. അതായത് മിൻസ കിച്ചണിൽ കുടുങ്ങാൻ പോവാണ്. കിച്ചണിൽ കുടുങ്ങാൻ അങ്ങനെ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോവാണ്. നാളെ പട്ടിണിയാണ്. അതാ അവൻ ഞങ്ങക്ക് ഫുഡൊന്നുമില്ലേ? ഇയാൾ ഞങ്ങക്ക് ഫുഡ് ഉണ്ടാക്കി തരണ്ടേ? നാളെ ഞാൻ ഫുള്ളായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന വെച്ചാൽ മമ്മിനെ ഞാൻ അങ്ങ് അവിടെ ഇരുത്തി ഞാൻ ഫുള്ള് കിച്ചണിലേക്ക് അരങ്ങേറാൻ പോവാണ്. 24 hour ചാലഞ്ച് അല്ലേ മിൻസ? 24 hours കുക്കിംഗ് ഫുഡ് അല്ലെങ്കിൽ ട്രാപ്ഡ് ഇൻ കിച്ചൺ. അല്ല, ഇതില് വേറൊരു പണി കൂടി വരുന്നുണ്ട് എനിക്ക്. ഇതിൽ ഏതൊന്ന് ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ വീട് ക്ലീൻ ചെയ്യാ, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന സാധനങ്ങളില്ലേ അത് വാങ്ങേണ്ടി വരും പുറത്ത് പോയിട്ട്. ഇതിലേത് കിട്ടണേ? എതിലാ എനിക്ക് ചൂസ് ചെയ്യാം? ഏതാണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആണോ? ക്ലീൻ ചെയ്തോ? വീടൊക്കെ വൃത്തിയോ? അത് മാത്രല്ല ഫ്രണ്ട്സ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണ്ട് ഇങ്ങനെ ഒരു ഷോപ്പിലൊക്കെ കയറണം. അതല്ലേ എനിക്ക് ഇഷ്ടമുള്ള വാങ്ങാൻ പറ്റില്ല. ഫുഡ് ഉണ്ടാക്കുന്ന സാധനങ്ങളാ വാങ്ങണ്ടേ? എനിക്ക് ഐസ്ക്രീം ചോക്ലേറ്റ് വാങ്ങാൻ പറ്റൂല. ചോക്ലേറ്റോ അതൊന്നും പറ്റൂല. മീനിന്റെ ഒപ്പം വലിയൊരു മോളെ ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് 24 hours trapped in kitchen vlog ആണ്. എന്താ പറയാ, രാവിലെ നമുക്ക് തുടങ്ങൂല പരിപാടി. രാവിലെയാണ് തുടങ്ങാൻ പോകുന്നത്. ഇപ്പൊ എന്തായാലും നമുക്ക് എടുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് റമദാൻ ആണെങ്കിൽ നമുക്ക് നമ്മുടെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കുന്നത്. പക്ഷെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഉറങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് നാളെ കാണാം. ബൈ. Many hours later. ഇതാ നമ്മൾ രാവിലെ വന്ന ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ നമ്മൾ ഇപ്പൊ എത്ര സമയം നിങ്ങൾക്ക് അറിയാം ഗൈസ്? 6:30 മണിയാണ് ഗൈസ്. രാവിലെ തന്നെ നമ്മൾ എണീച്ച് ഞാൻ പകുതി ഉറക്കത്തിലാണ് ഗൈസ്. ഭൗതി ഉറക്കത്തിലൊന്നല്ല, കുളിച്ചൊക്കെ സെറ്റായി ഞാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ മമ്മീനെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് മമ്മീനെ ഹെൽപ്പ് അല്ല, ഇയാണ് ഫുഡ് മമ്മി ഇല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ ചെയ്യണം? മമ്മി ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിരും. ഞാൻ അങ്ങനെ നമ്മൾ നമ്മുടെ കിച്ചണിലേക്ക് മമ്മി ഗൈസ്, നമ്മുടെ മമ്മി കഴിച്ചോ? കണ്ട ഗൈസ്, നമ്മുടെ മമ്മി വന്നിട്ടുണ്ട്. ഉമ്മ ഇന്ന് വെച്ച് അവിടെ പോയിരുന്നോളി. ഇന്ന് ഫുള്ള് ഞാൻ എനിക്ക് പേടിയാണ്. പിന്നെ അല്ല ഫ്രണ്ട്സ്, പിന്നെ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് സഹായിക്കാൻ പോണം. അപ്പൊ നമ്മൾ മമ്മിയോട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് വെള്ളപ്പാണ് ഗൈസ് നമ്മളൊന്ന് ചൂടണത്. അപ്പൊ നമുക്ക് നമ്മുടെ വെള്ളപ്പത്തിന് ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ച് ഇന്നലെ തന്നെ വെള്ളപ്പായതുകൊണ്ട് കഴിച്ചില്ലായി. അതെ ഗൈസ്, അതായത് സുഖാണ്. ഞാൻ വിൽക്കട്ടെ? അടുക്കളയിൽ കയറരുത് കേട്ടോ. ഫുൾ പണി കൊടുക്കാണ്. അല്ല മെസ്സി പറഞ്ഞു കൊടുക്കുക എന്താ ചെയ്യേണ്ടത്. എടുക്കണ്ടേ? അയ്യോ മിൻസ ദാരിദ്രാണല്ലോ തുടക്കം തന്നെ. ഇല്ലട്ടോ, ഓട്ടൊക്കെ എന്താക്കും ഗൈസ്. കണ്ടോ മിൻസു ബില്ലേ എന്നാലും കുഴപ്പമില്ല കേട്ടാ, നന്നായിട്ടുണ്ട്. കുന്താണ് ഗൈസ്, ഇന്ത്യന്റെ ഭൂപടം പോലെ. അങ്ങനെ പ്രശ്നമാണല്ലോ, അവർ നമ്മൾ പട്ടിണിയാവൂലേ? അതെ ഗൈസ്, അത് ശരിയാണ്. കണ്ടോ നല്ല വൃത്തിണ്ട്. ടേസ്റ്റ് ഒക്കെ ഉണ്ടാക്കണുണ്ട്, ഞങ്ങൾക്ക് തിന്നാണ്ട്. വെള്ളപ്പം എല്ലാവർക്കും അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. രസമുണ്ടല്ലോ, അത്ര കുഴപ്പമൊന്നുമില്ല. എന്റെ ഫസ്റ്റ് ടൈം വെച്ച് നോക്കുമ്പോൾ മമ്മി സുഖരീതിയിലാണ്. അപ്പൊ നമുക്ക് നമ്മുടെ എന്ത് ഇതാക്കാം, രണ്ടാമത്തെ അപ്പടം. അതെ ഫ്രണ്ട്സ്, രണ്ടാമത്തെ അപ്പടം നമുക്ക് ഓയിൽ എടുത്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് മിൻസ. ഇത് എത്ര അപ്പത്തിനുണ്ടാവും ഈ പാത്രം? 10-15 ഉണ്ടാക്കേണ്ടി വരും മോളെ. അതിനെന്താ, രസല്ലേ കണ്ട കേസ് നമ്മള് വെക്കാൻ പോണേ. അങ്ങനെ നമ്മുടെ അടുത്ത അപ്പം വാവ് ഗൈസ് നല്ല ചൂടാണ്. നമ്മൾ ഇനി ഇതേപോലെ ഒരു 4-5-6 മീനിന്റെ അപ്പം ഉത്തരവാദിത്തം കുറവാണല്ലോ. ഞാൻ ചെറുതായിട്ടൊന്ന് നെരിഞ്ഞിക്കണ്, കരിഞ്ഞിട്ടില്ല. അല്ലമ്മ ഇതിന്റെ കറി ആരാണ്ടാക്കുക? മീനൊന്നും ഞാൻ മുറിക്കൂല കേട്ടോ, മീനൊന്നും ഞാൻ മുറിക്കൂല.
ഇത് പൊളിക്കും. ഇന്ന് ഫുൾ മിഞ്ചാണ്, ഫുൾ കിച്ചണില്. അതെ. ഞാൻ ഈ കസാലയിൽ നീച്ചല്ലേ. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ അപ്പം കൂടി ഉള്ളു ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാക്കി. ഇനി നമുക്ക് കറി സാധനങ്ങളാണ് നേരെ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ എടുക്കാൻ തുടങ്ങി. നമുക്ക് കറി സാധനം വാങ്ങാൻ ഇന്നലെ നമുക്ക് മനക്കൊരു ഓപ്ഷൻ തന്നിരുന്നു. ഒന്നെങ്കിൽ ഞാൻ വീട് ഫുള്ള് വൃത്തിയാക്കണം, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാം. അപ്പൊ ഞാൻ മിക്കവാറും എന്താണ് ചൂസ് ചെയ്യാ, പുറത്ത് പോയിട്ട് നമ്മളെ സാധനം വാങ്ങാൻ പോകണം. സത്യം പറഞ്ഞാൽ നമ്മുടെ കുക്കിങ്ങിലേക്കുള്ള ഒരു രക്ഷയാണ് പുറത്ത് പോയി സാധനം വാങ്ങണം. അതൊന്നും പറ്റൂല കേട്ടോ. എനിക്ക് മീന് പച്ചക്കറി അങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ നമുക്ക് പോവല്ലേ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വളരെ ക്രൂഷ്യലാണ് ഫ്രണ്ട്സ്. ഞാൻ മീൻ കേക്കൊക്കെ മീൻ കേക്കിയിട്ടില്ല. ചിക്കനൊക്കെ ഞാൻ പണ്ട് എന്റെ കുക്കിംഗ് വീഡിയോസ് ചെയ്തല്ല, മീനൊന്നും അങ്ങനെ കേക്കിട്ടില്ല ഗൈസ്. അപ്പൊ ഞാൻ എക്സൈറ്റഡേ അല്ല. അപ്പൊ ലെറ്റ്സ് ഗോ, നമുക്ക് സാധനങ്ങളൊക്കെ പോയി വാങ്ങാം. ഒരു കണ്ട ഫ്രണ്ട്സ് ഇത് കഴിയാനായി. നമ്മുടെ അപ്പം കുറെ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്താ പോയി വാങ്ങിട്ട് വരാം. ഫ്രണ്ട്സ് അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ മൻകയുണ്ട്, പപ്പയുണ്ട് മുന്നിൽ. ഞാൻ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അടുക്കള പണികൾ ഉണ്ട് ഗൈസ്. മമ്മ അവിടെ ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കുകയാണ്. എനിവേസ് നമുക്ക് ബാക്കി പണിയിലേക്ക് പോവാം. മീനൊക്കെ വാങ്ങി. അതെ ഗൈസ്, നമ്മൾ മീൻ വാങ്ങി. സാധനങ്ങളുടെ കൈമ ഫുള്ള് മീനായി. അതെ ഫ്രണ്ട്സ്, നമുക്ക് ബാക്കി സാധനങ്ങൾ വാങ്ങണ്ട്. മാങ്ങ കറി ഉണ്ടാക്കാം. മാങ്ങ എന്തേലും വിചാരിച്ചത്. ഇതിന്റെ പേര് പേര് പയറല്ലേ? പയറോ അയക്കാരോ? പയറല്ലേ ഇതല്ലേ പയറ്? അതാണ് പയറ്. കണ്ടോ? അപ്പൊ ഇത് കുറച്ചെടുത്തു. ഇഷ്ടപ്പെട്ടു. ഇനി എന്താ അല്ല ഇത് കവർക്കൊന്നും ഇടണ്ട. അങ്ങനെ ഇപ്പൊ ഞാനൊന്ന് വിചാരിക്കണല്ലോ, എന്റെ കൈ കിട്ടി ഞാൻ അടുത്തെടുക്കുകയാണ്. നമുക്ക് കൈവില്ലാത്തോണ്ട് ഞാൻ ഇതുകൊണ്ട് സെറ്റ് ആക്കി തരും. മതിയില്ലേ? അതിനെന്തോ കുഴപ്പമുണ്ട്. നമ്മൾ പഴം എടുക്കുന്നുണ്ട്. പൊട്ടാറ്റോ. 15 minutes later. അങ്ങനെ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് വാങ്ങി ഫ്രണ്ട്സ്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കുക്കിങ്ങിലേക്ക് നടക്കണം. നമ്മുടെ അപ്പത്തിന്റെ കറി ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തിന്നണം. അതുകൊണ്ട് നമുക്ക് ലഞ്ച് ഉണ്ടാക്കണം. നല്ല പണി ഫ്രണ്ട്സ്. സത്യം പറഞ്ഞാൽ ഞാൻ കിച്ചണിൽ ഇരുന്ന് ഞാൻ കിച്ചൺ കയറാതാകും. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് റെഡി അല്ലേ? അതെ. എനിവേ ലെറ്റ്സ് ഗോ. അങ്ങനെ ഇനി നമ്മൾ നമ്മുടെ അപ്പത്തിനുള്ള കറിയിലേക്കാണ് നടക്കുന്നത്. ഇവിടെ മീനുണ്ട്. എന്തൊക്കെ ഇവിടെ ഉള്ള ഫ്രണ്ട്സ്? നമുക്ക് തക്കാളി ഉണ്ട്, നമുക്ക് വെല്ലുള്ളി ഉണ്ട്, നമുക്ക് ഗാർലിക് ഉണ്ട്, പിന്നെ നമുക്ക് ഇഞ്ചി ഉണ്ട്, പിന്നെ നമുക്ക് നമ്മുടെ പയറുണ്ട്, വെണ്ടക്കായ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെത്തണം. ഇത് ശരിക്കും നമ്മൾക്ക് ലഞ്ചിനുള്ള സാധനങ്ങളാണ്. പക്ഷെ നമ്മൾ എന്താണ് ഇപ്പൊ തന്നെ തീർക്കാൻ നമ്മൾ വിചാരിച്ചു. നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ അതെ ഫ്രണ്ട്സ്, നമ്മൾക്ക് കലാവിധാണ് കാണാൻ പോകുന്നത്. ഇപ്പൊ ചെയ്ത മനക്ക് പറഞ്ഞ പോലെ നമുക്ക് ലഞ്ചിന് സിമ്പിൾ ആവും ഗൈസ്. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പൊ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇനി കലാവിദ്യയിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ അത് തന്നെ എനിക്ക് അങ്ങനെ അറിയില്ല. ഞാൻ അയലക്കറി അല്ലതെന്താ ഇങ്ങനെ അങ്ങനല്ല പൊട്ടത്തെ കട്ട് ചെയ്യാ. ഇപ്പൊ കൈ പോകും ഗൈസ്. എന്തായാലും കത്ര ഇങ്ങനെ ഇട്ടാ എന്റെ കണ്ണരിയുണ്ടോ? കരിയടി എന്താണ് കരച്ചിൽ വരാത്തോണ്ട് ഞാൻ പവർഫുൾ ആണ്. ഓ തന്നെ. ഇതെന്താ മനക്കത് എരപ്പാക്കിയ സാധനം നോക്കി. ഒരു തക്കാളിനെ തക്കാളിയല്ല, ഇതിന് വേറെ എന്തെങ്കിലും ഉള്ളിനെ കാട്ടിച്ചിട്ടില്ലേ? 1 eternity later.
Much later. അങ്ങനെ നമ്മുടെ പച്ചമുളകൊക്കെ ഞാനല്ല ഫ്രണ്ട്സ് മമ്മിയാണ് അരിഞ്ഞു തന്നത്. കാരണം എനിക്ക് പച്ചമുളക് കണ്ണുക്കാവ് പേടിച്ചിട്ട് മമ്മി അരിഞ്ഞു തന്നു ഫ്രണ്ട്സ്. ബാക്കിയുള്ളതൊക്കെ പിന്നെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഫ്രണ്ട്സ്. ഉള്ളി ഓരോന്നും ഓരോരോ സൈസ് ആണ് നിങ്ങൾ നോക്കി കണ്ടോ. ഒരു വലിയ സൈസ്, പിന്നെ ഒന്ന് നോക്കുമ്പോ എത്ര വലുപ്പം. അതൊക്കെ മീൻസിന്റെ പണിയാണ്. പിന്നെ ചിലത് ഇങ്ങനെയാണ് ഗൈസ് കണ്ടോ. അത് ഓരോന്നും പല പല കണ്ട ഫ്രണ്ട്സ്. ഡൈവേഴ്സിറ്റി ആണ് നിങ്ങൾ ഉള്ളിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് മീന് കേട്ടിട്ടില്ലേ? മീനോന്നേ ഒന്നും കേക്കാത്ത പോലെ. അതിന്റെ വായക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏതാണ് ഈ പൊട്ടത്തി? അതിന്റെ പള്ളിയില് ഫുള്ള് വെള്ളാക്കി കൊടുക്ക. ശരിയായ സൈക്കോ. മരിച്ച മീനാ. എന്തായാലും മരിച്ചില്ല മീൻചാനെ വെറുതെ ഇട്ടു എനിക്ക്. അപ്പൊ ഇതെങ്ങട്ടാ പോണത്? അതെ പള്ളിയേക്ക്. അതാ അയ്യോ എന്നെ കൊണ്ടത് കാണാൻ വയ്യേ. എനിക്ക് കണ്ടന്റെ അമ്മ മുറിച്ചോളി ഞാൻ കാണിച്ചു ഫ്രണ്ട്സ്. ഇതിന് വായന്ന് ഇങ്ങനെ വെള്ളം വരും കണ്ടോ ഗൈസ്. അടേ ഫ്രണ്ട്സ്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് 1 ടീസ്പൂൺ ഉലുവയാണ് ഗൈസ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ പറ്റൂല. അപ്പൊ ഇനി എന്താ നമ്മൾ ചെയ്യണ്ടേ? വെല്ലുള്ളി ഇടാം ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ വെല്ലുള്ളി ഇടാം ഗൈസ്. വെല്ലുള്ളി ഗൈസ്. വാവ് ഗൈസ് നല്ല വെല്ലുള്ളി. ഇത് വാട്ടണം. വാട്ടിട്ട് അപ്പൊ ഉപ്പിടണ്ടേ? ഒന്ന് വാടാൻ വേണ്ടിട്ട്. എത്ര സ്പൂണ് ഇടട്ടെ? അവ അത്ര വേണോ? യെസ്. അപ്പൊ നമുക്ക് എന്താ മീൻ ഇതൊക്കെ ഉണ്ടാക്കിട്ട് കാണല്ലേ നിഷ? അതെ ഗൈസ്. അല്ല വെള്ളമൊക്കെ വയറിലാക്കിയാണ്ട് ഞാൻ അതിനെ മുട്ടൊക്കെ ഉപ്പും പറഞ്ഞാണ്ട് വെള്ളമാണ് പുറത്ത് പോയി. മീൻസ് നമുക്കിത് ഉണ്ടാക്കിട്ട് കാണാല്ലേ? അതെ ഗൈസ് നമ്മൾക്ക് ഉണ്ടാക്കിട്ട് കാണാം. മമ്മി ഇങ്ങനെ ടേക്ക് ഓവർ ചെയ്താ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കിട്ട് കാണാം ഗൈസ്. 20 minutes later. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമ്മുടെ മീനും അപ്പോ ഞാൻ തന്നെ ഉണ്ടാക്കിയ മീൻ കറിയും വെച്ച് നമ്മൾ അപ്പം കഴിക്കാൻ പോണ ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് ഇതൊന്നും കൂടി അപ്പൊ തന്നെ നമ്മൾ എന്താണ് ഉച്ചക്കുള്ള ചോറ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മതിന് കഴുകണ്ടേ ഫ്രണ്ട്സ്? നമ്മൾക്ക് ഇനി ഇതൊന്ന് കഴുകാം. അപ്പൊ അതാ നമ്മുടെ അരി കണ്ടോ ഗൈസ് വെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ മക്കളെ ഇത് റെഡിയാക്കാന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഇനി അവസാനം ഫൈനലി ഒരു ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോ തന്നെ എന്റെ കിളി. അതെ മിൻസിന്റെ പകുതി ജീവൻ പോയിന്നാ പറഞ്ഞേ. എനിക്ക് കഴിയൂല. അപ്പൊ മിൻസ എനിക്ക് എന്താ മനസ്സിലാവണേ? നമ്മുടെ മമ്മി പാവാണ്. മമ്മി എല്ലാ മമ്മിമാരും പാവാണെന്ന് അല്ല. അങ്ങനെ തന്നെ എത്ര പണി എത്ര ഫുഡ് ഉണ്ടാക്കുന്നത് മനസ്സിലാക്കണം. മാറ്റാണ് കാരണം ഈ അപ്പൊ ഒരു സുഖമല്ല. ഇത് ഉണ്ടാക്കിയല്ലേ അപ്പൊ സുഖമല്ലോ. അതെ ഗൈസ് ഞാൻ ഒരു സുഖമുള്ള അപ്പം എടുത്തിട്ടുണ്ട്. ഇതിലെന്താ വെള്ള? അതിന് വെള്ളം ഞാൻ കൊറേ കുടിച്ചു. അതാണ് ചെയ്യണ്ടേ. ഇനി ഇത് നമ്മൾ നമ്മുടെ ചുട്ട കറിയാണെന്ന് വെച്ചാൽ. ചുട്ട കറിയോ? ചൂടുള്ള കറിയാണോ ഉദ്ദേശിച്ചത്? ഇപ്പൊ അടുപ്പിന്ന് എനിക്കറിയില്ല. ഇപ്പൊ അടുപ്പിന്ന് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നല്ല ചൂടുണ്ടാവും ഗൈസ്. അപ്പൊ നമ്മൾ കുറച്ച് കറി വെച്ച് റെഡിയാണോ? അല്ല ഞാൻ റെഡിയാണ്. എനിക്ക് മീൻ എടുക്കാനാണ്. എനിക്ക് മീൻ വേണ്ട ഗൈസ്. മീനല്ലേ പള്ളിയിലൊക്കെ വെച്ചാണ്ട് ഇതാക്കിയാണ്. മീനിനെ വെച്ച് ഓപ്പറേഷൻ ചെയ്ത് എണ്ണപ്പോത്തിന് എന്റെ പകുതി ഇതും വയ്ക്കണേ. അപ്പൊ നമ്മൾക്ക് എന്താ അപ്പൊ നമ്മുടെ ഭക്ഷണം സെറ്റ് ആണ് ഫ്രണ്ട്സ്. ഞാൻ ഇന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ അപ്പം ഇന്റെ കൈകൾ ഉണ്ടാക്കിയ മീൻകറി വെച്ച് തിന്നുമ്പോ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോക്കണം. ഒരു ദിവസം മമ്മിക്കൊക്കെ റെസ്റ്റ് കൊടുക്കുക. ട്രൈ ചെയ്യൂ. മമ്മിനോട് ആ സൈഡിൽ ഇങ്ങനെ ഇരുന്നാണ്ട് എല്ലാം പറഞ്ഞുതരാൻ പറഞ്ഞു. വിചാരിച്ച മേത്തൊക്കെ ഒന്ന് വെള്ളം ചോദിച്ചാൽ പൊള്ളരുത്തിട്ട്. അങ്ങനെ നമ്മുടെ ലഞ്ചിനുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഞ്ചിന് എന്റെ ഫേവറേറ്റ് ഉപ്പേരി.
എന്തോ പേര് നമ്മുടെ വെണ്ടക്ക ഉപ്പേരിയാണ്. പിന്നെ ഫ്രണ്ട്സ് ഇത് ഏതാ മീന്? ഇത് അയിലാമത്തി അതിലേതാണ് അയില മത്തി ചൂള കാരി, അതിൽ ഏതോ ഒന്നാണ്. നിങ്ങൾ തന്നെ ഗസ് ചെയ്ത് പറഞ്ഞു. എന്താണ് മീന്? അതെ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഇത് ഞാൻ കൊറേ കുത്തേനെ ക്രൂരത ഇല്ല കേട്ടോ, മരിച്ചിക്കണല്ലോ ഫ്രണ്ട്സ്. അപ്പൊ ഞാന് എന്താണ് ഇതാണ് നമ്മൾ പൊരിക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ കറി വെച്ചു അയിലോണ്ട്, അയിലാണ് ആവോലിയൊന്നും അറിയില്ല എന്തുകൊണ്ട് നമ്മള് എന്ത് വെച്ചു, കറി വെച്ചു. അപ്പൊ ഇനി നമ്മൾ ഇത് പൊരിക്കാണ് ഫ്രണ്ട്സ് ഉച്ചക്കത്ത് ചെയ്യാ. അതിന് വേണ്ടിട്ട് ഫ്രണ്ട്സ് ഞാനിവിടെ എന്ത് മുറിക്കാണ്, വെണ്ടക്ക മുറിക്കാണ് ഗൈസ്. വെണ്ടക്ക മുറിക്കാൻ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് പോയാൽ മതി. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ വെണ്ടക്ക പൊരിക്കാൻ പോകും. നമ്മൾ മുളകിടാൻ പോവാണ്. ഓക്കെ നമ്മളെ മുളകിട്ട് ഇനി എന്താ നമ്മൾ ഉപ്പിടുക. എത്ര വേണം ഉപ്പ്? ഒരു അതെ ഫ്രണ്ട്സ്, മമ്മി ഇവിടെ ഉണ്ട്, പേടിക്കണ്ട. എത്ര മതിയില്ലേ? ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി കോൺഫ്ലവർ അല്ലേ? മഞ്ഞപ്പൊടി ഇടണം. എത്ര ഇടണം? എത്ര മതിയില്ലേ? ഓക്കെ ഗൈസ്, അപ്പം കണ്ടെനിക്ക് കറക്റ്റ് അളവൊക്കെ അറിയാം. ഇനി നമ്മളെന്താ ഒരു സ്പൂൺ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇനി എന്താ? ഓക്കെ നമ്മൾ നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മൾ മീനല്ലേ, അടുത്ത നമ്മള് മീനാണ്. അയ്യോ മീനിന്റെ വായ എന്തിയെ? മമ്മി വെട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഇനി എന്താ ഇതിക്ക് എന്തൊക്കെ ഉണ്ട്? മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി. 3 സ്പൂൺ മുളക് പൊടി. 1 2 എത്ര ഞാണോ? മഞ്ഞൾപ്പൊടി കുറച്ച് മതിയില്ലേ? 1 സ്പൂണ്. ഇത്ര അതില്ലേ? ഇത്ര എത്ര? അത്ര മതി. അപ്പൊ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി എണ്ണ ഇടണ്ട. ഓക്കെ നമ്മൾ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ആണോ? 4 സ്പൂൺ മുളക് പൊടിയോ? അപ്പൊ നമ്മളെ മമ്മിയാണ്, മമ്മി ഷെഫാണ്. കുറച്ച് കണ്ണ് തേച്ച് വെക്കുക, നല്ല ടേസ്റ്റ്. അല്ല നല്ല രസകാരം. എന്തായാലും ഇത് നല്ല വൈബേക്കാരല്ലേ? അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ സെറ്റായി. ഇനി നമ്മൾ ഇതിക്കട് മീനിടട്ടെ. ഇനി നമ്മൾ ഓ മൈ ഗോഡ് ഗൈസ്, മീൻ തിന്നുമ്പോ ഒരു കുഴപ്പമില്ല, പുടിച്ചുമ്പോ ഭയങ്കര ഇനി നമ്മൾ എന്താ അതിങ്ങനെ ഇട്ട് കൊടുക്കുക. ഗൈസ് എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ, പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഞാൻ പ്രൊഫഷണലാണ്. അങ്ങനൊന്നും ഞാൻ ചെയ്യില്ല, ഒക്കെ ഉമ്മ ചെയ്തോടി. വയറിന്റെ ഉള്ളിലൊക്കെ ഉമ്മച്ചി തേച്ചോളും. അപ്പൊ ഞാൻ അത് ഉമ്മച്ചി ഒന്നുകൂടി തേച്ചാ മതി. ഒക്കെ സെറ്റ്. ഇമ്മ മസാല കഴിഞ്ഞല്ലോ. അമ്മമാര് തേക്കൂലേ? നമ്മൾക്ക് കരുത്തേനെടുക്കാം. നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോണത്? നമ്മൾ മീൻ പൊരിക്കാൻ പോകും. പിന്നെ നമ്മുടെ വെണ്ടക്ക ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കാണ് ഫ്രണ്ട്സ്. ഞാൻ ഇനി എന്താ ചെയ്യണത്? പൊട്ടി തിരക്കാണ്. ഒന്നും കൂടി ഇടല്ലമ്മ, ഒന്നും കൂടി ഇടട്ടെ. എത്ര എണ്ണമ്മ? മതി. അയക്കിടൂല പൊട്ടത്തിയെ? അയക്കിടാ. മീനിടട്ടെ. അപ്പൊ മീൻ നമ്മൾ എടുത്താണ്ട് നമ്മള് മസാല പിന്നെ നമ്മൾ കുറച്ചും കൂടി അങ്ങനെ ഇങ്ങനെ ആക്കണ്ട്. നമ്മൾ ഇവിടെ ഇങ്ങനെ ആക്കണ്ട്, നമ്മള് നമ്മളത് എടുത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ ആക്കിയാണ്ട്, നമ്മളിവിടെ ഇങ്ങനെ ആക്കിയാണ്ട്, നമ്മളിവിടെ ഇങ്ങനെ ആക്കിയാണ്ട്, നമ്മളിവിടെ ഇങ്ങനെ ആക്കിയാണ്ട്. വാവ്, വെറുതെ ഇങ്ങനെ ആക്കി കൊടുക്കണേ. ഇത് കരിയാനേ. വാവ്, ക്രിസ്പി. നമ്മൾ നല്ല എണ്ണ ഊറ്റണം. നമ്മൾ വാവ്, ക്രിസ്പി അല്ലേ? നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കുമ്പോൾ ലഞ്ചിന് വേണ്ടി ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പച്ചി വന്നിട്ടുണ്ട്. ഇപ്പച്ചി എന്താണ് ഇപ്പച്ചി പറയാനുള്ളത്? ഇപ്പച്ചിക്കൊന്നും പറയല്ല. സമയം ഇപ്പൊ 2:30. എന്ത് ഭക്ഷണം ഉണ്ടാക്കലാ? പക്ഷെ അത്
എത്ര നേരം ഉണ്ടാക്കാനല്ലേ. കുടല് കരിഞ്ഞ മണം വരാൻ തുടങ്ങി. യെസ്. വെറുതെ ഞാൻ ഷെഫാണ്. ചോറടി ചോറ് ഇപ്പച്ചക്ക് വെച്ചിട്ടോളൂ. ഞാൻ പച്ചക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കണം. പക്ഷെ എന്തൊരു സ്നേഹമുള്ള മകളാണ്. അതെ അതെ അതെ. എവിടെ എഴുതിയൊക്കെ ഉണ്ടേരുമ്പോ. അല്ലട്ടോ നല്ല സ്നേഹമുള്ള മകളാണ്. പ്ലേറ്റ് ഒക്കെ എടുത്തു. കിട്ടണില്ലല്ലോ ഇപ്പൊ മീന്. ഞാൻ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്. ടേസ്റ്റ് ഉണ്ടാവോ? ഫ്രണ്ട്സ് ഇന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയാണ്ടുള്ള എന്ത് ഉപ്പേരിയാണ്? വെണ്ടക്ക ഉപ്പേരി. ഇനി നമ്മുടെ ഫാദറിന്റെ കുറച്ച് കറി വേണോ? കുറച്ച് കറി ഇരുന്നോട്ടെ. ഉച്ചക്കുള്ളായിട്ടുള്ള മിൻസാ. ഇത് എനിക്ക് വെച്ച് പരീക്ഷണം നടത്തിട്ടാണോ? ടേസ്റ്റ് ഉണ്ടെങ്കിലോ പരീക്ഷണാണോ? ഇനി ഇത് ഫ്രണ്ട്സ് ഇത് നമ്മള് മമ്മി ഒരു 3-4 ദിവസം മുന്നേ ഇട്ടാണ്. ഇതിപ്പോ എന്തായാലും നമ്മൾ ആരും ഉണ്ടാക്കിയല്ലാണ്ട് വെറുതെ ഇവിടെ ഇരുന്നോട്ടെ. കിടക്കട്ടെ. ഇനി ഇപ്പൊ ചേർത്തുന്നോട്ടെ. അല്ല ഇതിനകത്ത് ഞാൻ ഭക്ഷണം കഴിച്ച അരമണിക്കൂറായിട്ട് കഴിക്കുള്ളൂ. അതാ എന്തേലും പ്രശ്നം നോക്കാം. പ്രശ്നമാണല്ലോ. മിനിച്ച കഴിക്കേ. കണ്ട അടിപൊളിയാണ്. മതിപ്പാ ഇനി പറഞ്ഞോളി. പക്ഷെ വീടൊക്കെ കഴിഞ്ഞു സത്യം പറഞ്ഞോളി. ഉണ്ടാക്കിയതേ ശരി. അത് മീൻ്റെ ടേസ്റ്റ് ചെയ്യണ്ടാക്കിയല്ലേ? കൂട്ട ഞാനാ ഉണ്ടാക്കിയത്. മീനും വെച്ച കേക്കിയത്. ഞാന് പൊരിച്ചു ഞാനാണ്. എനിക്ക് ചെറിയ മീൻ തോന്നി. ചെറിയ മീൻ എന്തൊരു വലുതാണത്. പിന്നെ ഫ്രണ്ട്സ് വെണ്ടക്കുപ്പേരി ഉണ്ട്. വെണ്ടക്കുപ്പേരി ഞാൻ പിന്നെ ഇനി മതിയോ? പുറത്ത് വരുന്ന രാത്രി ഏതോ സാധനല്ലേ ഓള് രാവിലെ ഉച്ചക്ക് രാത്രി ഈ അടുക്കള കയറാനുള്ള ബുദ്ധിമുട്ടൊന്നും അറിയില്ലല്ലോ. ഇല്ലാട്ടോ. ഇപ്പോഴാണ് നിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് അല്ലേ? ശരിക്കും എല്ലാ കുട്ടികളും ഒരു 6ാം ക്ലാസ് കഴിഞ്ഞ എല്ലാരും അടുക്കളയിൽ കയറിയിട്ട് ഉണ്ടാക്കിയ അമ്മമാരെയും ഉമ്മമാരെയൊക്കെ സഹായിക്കണല്ലേ. അപ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. എല്ലാ സമയം മുഴുവൻ ഫോണിൽ കളിച്ചിട്ട് വലിയ കാര്യം. ഒരു ദിവസം ഒരു ഫുഡ് അല്ല ഒരു വിഭവം എന്തെങ്കിലും ഒരു സാധനം ഒരു പ്രിപ്പയർ ചെയ്യാം. അതെ വല്ല മുട്ടേ നിമിഷം എന്തായാലും സ്റ്റാർട്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എല്ലാരും സ്റ്റാർട്ട് ചെയ്യുന്ന കമന്റ് ചെയ്യാം. ശരിക്കും ഇപ്പം അടുക്കളയിൽ കയറുന്ന എല്ലാരും ഒന്ന് കമന്റ് ചെയ്യട്ടെ. അടുക്കള കേറുന്നില്ലാത്തവർ കേറുന്നില്ല എന്ന് കമന്റ് ചെയ്യും. അതെ അതെ അതെ. കേരളത്തിലാളുണ്ട് കൂട്ടായിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് നൈറ്റിൽ കാണാം. അല്ല ഇതിന്റെ റിവ്യൂ ഒന്നും കണ്ടില്ലേ? ഇതിന്റെ റിവ്യൂ കണ്ടില്ല. കഴിച്ചോ? നൈറ്റിൽ എന്താണ് പുറത്ത് വേണ്ടി കഴിക്കേ? ഇതുണ്ടല്ലോ നൈറ്റിലെ മിൻഷന്റെ കൂടെ ഉണ്ടാക്കും. Many hours later. അങ്ങനെ നമ്മൾ ഇനി പുറത്ത് പോയി കഴിക്കാൻ പോണ ഫ്രണ്ട്സ്. സത്യം പറഞ്ഞാൽ ഞാൻ ക്വിറ്റ് ചെയ്തു ഗൈസ്. എനിക്ക് കയ്യിലെ ഫ്രണ്ട്സ് നമ്മൾ രാവിലത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. പക്ഷെ സത്യം പറഞ്ഞ ഫ്രണ്ട്സ് ഉമ്മാനൊക്കെ സമ്മതിക്കണം. ഞാൻ എൻ്റെ ഉപ്പാനോട് പറഞ്ഞു ഞാൻ നിർത്തി. അപ്പൊ ഇപ്പച്ചി പറഞ്ഞു നമ്മൾക്ക് രാത്രി പുറത്ത് പോയി ഭക്ഷണം കഴിക്കാന്ന്. അപ്പൊ നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പോണ ഗൈസ്. അങ്ങനെ നമ്മൾ തുടങ്ങിയിട്ടില്ല ഫ്രണ്ട്സ്. ഞാൻ തുടങ്ങിയിട്ടില്ല ഫ്രണ്ട്സ്. നമ്മൾ എന്താണ് ഭക്ഷണം കഴിക്കാണ് ഫ്രണ്ട്സ്. പിന്നെ കുഴിമടിയും പറഞ്ഞ ഈ വീഡിയോ ഫുള്ള് വന്നില്ല. എന്നെ ഹെൽപ്പ് ചെയ്തോ? ഇല്ല ഞാൻ ഇതിനെ പറ്റില്ല. അല്ല വേണ്ട ഫ്രണ്ട്സ്. നമ്മൾ സൂപ്പ് കഴിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത സൂപ്പാണ്. ഇനി നമുക്ക് സാധനങ്ങൾക്ക് വരാണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കാൻ പോണ ഗൈസ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് നമ്മുടെ മെനുവിലുള്ളതെന്ന് വെച്ചാൽ ആദ്യം സൂപ്പാണ് കൊടുത്തത്. അതെ ഷവായ, അതെ ഷവായ പൊള്ളിച്ചത്, മീൻ പൊള്ളിച്ച നമുക്ക് എന്ത് പൊള്ളിച്ചത്? മീൻ പൊള്ളിച്ചത് ഇതെങ്ങനെ പൊള്ളിച്ചത് തവ അമൂറാണ് നിങ്ങൾ കാണുന്നത്. സർപ്രൈസ് ആയി ഇപ്പൊ തുറന്നു ദിവസം അവസാനം ഒന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. ചെറുതായി പിന്നെ പെട്ടിക്കുള്ളിൽ പെട്ടിയാണോ എന്ന് സംശയമുണ്ട്. അങ്ങനെ നമുക്ക്
സെറ്റ് ഗൈസ്. ഓ ഡേ. തവ മീനിനെ കിട്ടിയിരിക്കുകയാണ്. അല്ല ഗൈസ്, ഇത് ഒരു ഇതിന്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ട് ഗൈസ്. പിന്നെ നൂൽ പൊറോട്ടയുണ്ട്, പിന്നെ മയോണൈസും കെച്ചപ്പും ഉണ്ട്, കറിയുണ്ട്, എക്സെട്രാ എക്സെട്രാ. അത് കുറച്ച് മാങ്ങ ഉപ്പിരുമ്പിയതുണ്ട് ഗൈസ്. അതെ ഗൈസ്. അപ്പൊ ഗൈസ് ഇനി നമുക്ക് തിന്നാം, കഴിക്കാം. നമുക്ക് അമൂറിൽ നിന്നൊരു കഷ്ണങ്ങൾ എടുക്കാം. അയ്യോ എനിക്കും അയ്യോ എന്റെ വായിൽ വെള്ളം കൊണ്ടേ. ചൂടുകൊണ്ടാണ് ഫ്രണ്ട്സ്, വെള്ളം കൊണ്ടല്ല. നമുക്കൊരു കുക്കുംബർ എടുത്തു. ഇപ്പൊ കുറച്ച് പക്ഷേ മസാല രസമുണ്ട്. അതെ മമ്മി കൊറേ നേരമായി മീൻ വേണം പറയണത്. മമ്മിയാണ് മീൻ ഓർഡർ ചെയ്തത്, ഞാൻ ഷവായ ഓർഡർ ചെയ്തത്. ഇനി കുറച്ചൊക്കെ നമുക്ക് എന്റെ ഷവായന്റെ കാലത്ത് അങ്ങനൊന്നുമില്ല കേട്ടോ, ഇവിടെ എല്ലാവരും ഷവായാണ് ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് മീന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മീൻ നിന്നിട്ട് ടേസ്റ്റ് ഉണ്ട് പറയും. അതെ ഗൈസ്, ഞാൻ മീൻ കഴിച്ചു നോക്കാൻ പോവാണേ. നമുക്ക് മീൻ കഴിച്ചു നോക്കാം. ജ്യൂസിയാണ് ഗൈസ്. അതെ ജ്യൂസി. കഴിക്കും അപ്പൊ അല്ലാണ്ട് കഴിക്കും. ഇങ്ങനെ കൈ പോയി ഗൈസ്. കഴിച്ച വെച്ച് മുള്ളുണ്ട്. മീനില് പിന്നെ One eternity later. അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ഇവിടെ ഒരു ഫിഷ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവിടെ ഒരു ഫിഷ് ഇല്ലേന്നു ഗൈസ്. അതൊക്കെ നിങ്ങളുടെ ഇമാജിനേഷൻ. ഇല്ല അതൊക്കെ നിങ്ങളുടെ ഇമാജിനേഷൻ ആണ് ഫ്രണ്ട്സ്. അവിടെ എല്ല് പോലും ഇല്ല. എല്ലൊക്കെ എന്റെ ഉമ്മാന്റെ പാത്രത്തിലാണ് ഗൈസ്. എല്ലുമ്മാന്റെ പാത്രത്തില്, ചിക്കൻ ലെഗ് പീസ് മിൻസിന്റെ പാത്രത്തില്. അതെ ഗൈസ്, ഇവിടെ മീനുണ്ടെന്നുള്ള ഒരു ഒരു ഇതുമില്ല ഫ്രണ്ട്സ്. അതുകൊണ്ട് കുഴപ്പമില്ല. എനിവേസ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ, നമുക്ക് വീട്ടിലേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാൻ പോവാം. അങ്ങനെ നമ്മൾ ഡെസേർട്ട് കഴിക്കാൻ വേണ്ടി നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? ഷൈലമാന്റെ പ്രൊമോഷൻ നല്ല കഴിച്ച് ഞങ്ങൾ ആരും വന്ന് കഴിക്കാൻ നിർബന്ധമില്ല. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാന്നാണ്. ലോട്ടസും അതെ ഫ്രണ്ട്സിന്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ്. മൂന്നാമത്തെ പ്രാവശ്യം ഫ്രണ്ട്സ്. ഇപ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യുന്നത് ലോട്ടസും പിന്നെ ന്യൂട്ടല്ലേ. ഒരു സമയമില്ല, ആദ്യം നമ്മൾ ട്രൈ ചെയ്ത്. ഞാൻ അപ്പുറത്തുനിന്ന് ഉറങ്ങാൻ. ഓ മൈ കൊടുത്ത് വെള്ളം പോലെ കഴിക്കണല്ലോ ഗൈസ്. നമ്മൾ കൊറേ നേരമായി കാക്കാക്ക് കൊണ്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അയ്യോ, അപ്പൊ നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നമുക്കിങ്ങനെ നടന്ന് സംസാരിക്കാം. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് സുഖല്ലേ? അപ്പൊ ഇതായിരുന്നു നമ്മുടെ ട്രാപ്ഡ് ഇൻ കിച്ചൺ ഫോർ 24 hours ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഈ വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ തീർച്ചയായും എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വീണ്ടും ഒരിക്കലും ബൈ ഗൈസ്.